ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു തനൂസ് വേൾഡ്. ഇന്നത്തേത് ഡ്രീം കേക്കിൻ്റെ വീഡിയോ ആണ്. ഡ്രീം കേക്കൊക്കെ ട്രെൻഡിങ് ആയ സമയത്ത് എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യുന്നത്. ആ സമയത്ത് നമ്മൾ ഇതുപോലെ ചെറിയ മിനി ബോക്സ് ആയിട്ട് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഫസ്റ്റ് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ചോക്ലേറ്റ് സ്പഞ്ച് റെഡിയാക്കി എടുക്കുക. അതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 കപ്പ് കൊക്കോ പൗഡർ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു സൈഡിലോട്ടേക്ക് മാറ്റി വെക്കാം. ഇനി ബീറ്റ് ചെയ്യാൻ എടുത്തിട്ടുള്ള ഈ ഒരു ബൗളിലോട്ടേക്ക് 4 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലോട്ടേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഞാനിപ്പോൾ ഇവിടെ 1/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. പൊടിച്ച പഞ്ചസാര എടുക്കുകയാണെങ്കിൽ 1 കപ്പ് കണക്കാക്കിയിട്ട് ലെവലാക്കിയിട്ട് എടുക്കുക. പൊടിക്കാത്തയാണെങ്കിൽ 1/4 കപ്പ് പ്ലസ് 1 ടേബിൾ സ്പൂണൊക്കെ എടുക്കുക. അത് പൊടിച്ചുമ്പോഴത്തേക്കും 1 കപ്പ് കറക്റ്റായിട്ടുണ്ടാവും. മുട്ട ഇതുപോലെ നന്നായിട്ട് ബീറ്റായിട്ട് വന്നാൽ ഇതിലോട്ടേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നല്ലോണം ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് മിക്സായി കിട്ടിയാൽ മതി. ഇനി ഇതിലോട്ടേക്ക് നമ്മൾ പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാലും നമുക്ക് 1/4 കപ്പ് തന്നെയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതുകൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് മിക്സായി കഴിഞ്ഞാൽ ബീറ്റർ ഒന്ന് ഓഫ് ചെയ്യാം. ഇപ്പോൾ ബീറ്റർ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ബാറ്റർ ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് കുറച്ചായിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്നിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ബാറ്റർ പൊന്തി വന്ന് അതുപോലെ തന്നെ താന്നിട്ട് കേക്ക് ഫ്ലോപ്പായി പോകും. അതുകൊണ്ട് ഇതുപോലെ കുറച്ചായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനിയൊരു സ്പാച്ചിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് എടുക്കുക. അടിയിലൊക്കെ മൈദ കട്ടയായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ മിക്സാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിതൊരു കേക്ക് ടിന്നിലേക്ക് മാറ്റി കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് 10 ഇഞ്ചിൻ്റെ ഒരു സ്ക്വയർ ടിന്നാണ് കേട്ടോ. നമുക്ക് സ്ക്വയർ ടിന്നാണ് ഡ്രീം കേക്ക് ഉണ്ടാകുമ്പോൾ കട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നല്ലത്. അതുകൊണ്ടാണ് ഈ ഒരു ടിൻ എടുത്തിട്ടുള്ളത്. ആദ്യം കുറച്ച് ഓയിലാക്കി കൊടുത്തതിന് ശേഷം ഞാൻ സൈഡിലൊക്കെ അടിയിലും സൈഡിലായിട്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 150 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് ഓവനിൽ വെച്ചിട്ട് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ കേക്കൊക്കെ ബേക്ക് ആയതിന് ശേഷം ഇതുപോലത്തെ ഈ ഒരു പാത്രത്തിലോട്ടേക്ക് കേക്ക് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഈ ഒരു പാത്രം നമുക്ക് ബേക്കേഴ്സ് ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റും അതുപോലെ തന്നെ കുറച്ച് മിൽക്ക് ചോക്ലേറ്റും ആണ്. പിന്നെ അതിൻ്റെ ക്വാണ്ടിറ്റി ഒന്നും പറയുന്നില്ല, നിങ്ങൾക്ക് എത്രയാണോ ഓർഡർ കിട്ടുന്നത് അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി. ഇത് വന്നിട്ട് നല്ല ബെൽജിയം ചോക്ലേറ്റാണ്, പ്രീമിയം ചോക്ലേറ്റാണ്. നല്ല ടേസ്റ്റാണ് ഈ ഒരു ചോക്ലേറ്റ്. നമുക്കിതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലോട്ടേക്ക് നമ്മൾ എന്ത് ചെയ്യണം, വിപ്പിംഗ് ക്രീം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ആ ഒരു ചോക്ലേറ്റിനനുസരിച്ചിട്ട് വിപ്പിംഗ് ക്രീം എടുത്താൽ മതി. നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇതുപോലെ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കേക്ക് ഒന്ന് വെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിലോട്ടേക്ക് ഞാൻ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കേക്കിൽ കുറച്ചും കൂടി ഒന്ന് നമുക്ക് ചോക്ലേറ്റിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിൽ ഈ ഒരു സിറപ്പിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് കട്ടയൊന്നും ഇല്ലാണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ കേക്കിലേക്ക് എടുക്കുന്ന ഈ ഒരു സിറപ്പ് നല്ലോണം തണുത്തിട്ടാണ് കേട്ടോ ഞാൻ കേക്കിലേക്ക് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇതുപോലെ ഈ ഒരു സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്തെടുക്കാം. കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പം തന്നെ സോഫ്റ്റാണ്, എന്നാൽ ഒന്നും കൂടി നല്ലൊരു സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സിറപ്പ് വെറ്റ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാനിതാ ഡാർക്ക് ചോക്ലേറ്റ് ആണ് കേട്ടോ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നത്. അത്യാവശ്യം നന്നായിട്ട് തന്നെ എല്ലായിടത്തും നമുക്ക് ഈ ഒരു ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കുക. ഇതിൻ്റെ മുകളിൽ നമ്മൾ ഈ ഒരു ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കും. ജസ്റ്റ് കേക്കിലേക്ക് ഇതുപോലെ കൊടുക്കുന്നത് കുറച്ചും കൂടി ആ ഒരു കേക്കിന് നല്ലൊരു ചോക്ലേറ്റിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ഞാനിതാ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ള വിപ്പിംഗ് ക്രീമിലേക്ക് ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്, മിൽക്ക് ചോക്ലേറ്റ് അല്ല. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നാലേ നമുക്ക് ക്രീമിൽ നല്ലൊരു ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ.
അപ്പം ഇതുപോലെ നന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ക്രീമാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ പൈപ്പിംഗ് ബാഗിലേക്ക് ക്രീമാക്കിയിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയൊരു സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ലെവലാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മേലേക്കായിട്ട് നമ്മൾ ഹേസൽനട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലേക്കായിട്ട് മിൽക്ക് ചോക്ലേറ്റ് ആണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മിൽക്ക് ചോക്ലേറ്റ് ആഡ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാനുണ്ട്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതാ ഇതിൻ്റെ മുകളിലോട്ടേക്ക് ഞാൻ വീണ്ടും ഡാർക്ക് ചോക്ലേറ്റും മിൽക്ക് ചോക്ലേറ്റും മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഡാർക്കിനേക്കാൾ കുറച്ചുകൂടി അധികം മിൽക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്, ക്രീമൊന്നും ആഡ് ചെയ്യാതെ മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി അത് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ആക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് എല്ലാ ഭാഗത്തോട്ടേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്കിനി ഇതിൻ്റെ മുകളിലോട്ടേക്കായിട്ട് കൊക്കോ പൗഡർ അരിച്ചിട്ട് ഇട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ കുറച്ച് കൊക്കോ പൗഡർ ഇട്ടിട്ട് ഇതുപോലെ അരിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൊക്കോ പൗഡർ കൂടുതൽ ഇട്ട് കൊടുക്കണ്ട, അതുപോലെ തന്നെ ലൈറ്റായിട്ടുള്ള കൊക്കോ പൗഡർ എടുക്കുക. ഡാർക്കായിട്ടുള്ള കൊക്കോ പൗഡർ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് കയ്പ്പ് ടേസ്റ്റ് വരും. അപ്പോൾ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി, ഒരു കാണാൻ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ അടിപൊളിയായിട്ടുള്ള ഡ്രീം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ മുഴുവനായിട്ടും ഇതുപോലെ പാക്ക് ചെയ്ത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കഴിച്ചിട്ട് കാണിച്ചിരുന്നില്ല. ഇത് ഫുള്ളും ഓർഡർ കൊടുക്കാനുള്ളതാണ്. അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫാമിലിക്കും ഫ്രണ്ട്സിനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക.